ഒരു വിഭാഗം സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സുകളിൽ. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവരതിന് ആൻസർ ചെയ്യും. അത് എന്ത് തിയറീസ് ആയാലും ഫോർമുലാസ് ആയാലും ഇയേഴ്സ് ആയാലും ആളുകളുടെ പേരായാലും എന്തിനുമുള്ള ആൻസർ അവര് നന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് തരും. എന്നാൽ ആ ഒരു ടെക്സ്റ്റിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിന് അപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ, ആ ഒരു എക്സാം ഹാളിന് അപ്പുറത്തേക്കുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസറും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടില്ല. സോ നിങ്ങൾ ഈ കാറ്റഗറി പെട്ടതാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ജസ്റ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുന്ന ആളുകളാണ്. കുറെ പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു എക്സാം പാസ്സായി കിട്ടണം, അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബുക്കിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്, ഈ എഡ്യൂക്കേഷൻ അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്, പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. സോ ഇങ്ങനെയുള്ളവരോടാണ് ഇന്നത്തെ എന്റെ മെസ്സേജ്. നിങ്ങൾ എന്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന കോൺസെപ്റ്റിനെ നിങ്ങൾ ആ ബുക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കൽ വശങ്ങൾ അതിന്റെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. സിലബസിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതിനെക്കുറിച്ച് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂസോ ചലഞ്ചസോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് പഠിക്കാൻ ശ്രമിക്കുക. എന്ത് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ അതിന് ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് മഗപ്പ് ആൻഡ് കോപ്പി പേസ്റ്റ് എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ബുക്സ് ധാരാളം അറിവ് നമുക്ക് പകരുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും വിസ്ഡം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എക്സാംസ് നമ്മളുടെ മെമ്മറിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ലൈഫ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഒരുപാട് റാങ്ക് വാങ്ങിയവനോ അല്ലെങ്കിൽ ഒരുപാട് മാർക്ക് വാങ്ങിയവനോ അല്ല. ആ മാർക്കെല്ലാം വാങ്ങിച്ച് അത്രയും റാങ്കും വാങ്ങിച്ച് അത് ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പഠിച്ചു എന്നുള്ളവനാണ് യഥാർത്ഥത്തിൽ വിജയിയായി തീരുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.